8 മില്യണോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ മുതലാളിയാണ് ഇരിക്കുന്നത്. അടുത്ത വർഷം എനിക്ക് ഡയമണ്ട് പ്ലേ ബട്ടൺ കിട്ടും കേട്ടോ. ചേട്ടാ സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? അല്ല, ഞാൻ ഇൻസ്റ്റയിൽ റിക്വസ്റ്റ് നോക്കാറില്ല. ഇല്ല, മെസ്സേജ് നോക്കാറില്ല. അതെന്താ? മെസ്സേജ് ഞാൻ 2 വർഷം കഴിഞ്ഞ പ്രാവശ്യം ചെക്ക് ചെയ്തായിരുന്നു. അതെന്താ? അതിപ്പം ഞാൻ റിലേഷൻ ആയിട്ടിരിക്കുന്നു. എത്ര ഇയേഴ്സ് ആയിട്ട് റിലേഷൻ? 2 ഇയേഴ്സ്. 3 months. 3 months? 3 months. വീട്ടില് സമ്മതാണോ അർജുൻ? എന്റെ വീട്ടില് സമ്മതം ആയിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ടെൻഷൻ ഇല്ല. പക്ഷെ കൊച്ചിന്റെ വീട്ടിൽ സമ്മതമായിരിക്കുമെന്ന് അത് വേറൊരു കഥയാണ്. അങ്ങനെ സമ്മതിച്ചില്ലേ പൊക്കും എല്ലാവരും. അവക്കുന്ന വീഡിയോ ചേട്ടാ എന്റെ ചാനലായിരിക്കും വരുന്ന. ഏതിലായിരിക്കും ആ വീഡിയോ വരുന്നത്? മലയാളത്തിലായിരിക്കും? മലയാളത്തിൽ ഹിന്ദി എല്ലാത്തിലും വരും. അതൊക്കെ ഫുൾ പ്ലാൻ ചെയ്ത് ചെയ്തേക്കാം. ഗില്ലി സോങ് ഇല്ലേ വിജയുടെ, അങ്ങനെ ഒരു ഇങ്ങനെ ഒരു ജീപ്പിനകത്ത് ഓടിച്ചോണ്ട് വരും. കാണുന്ന സമയത്ത് വീട്ടുകാർക്ക് അറിയില്ലല്ലോ ഞങ്ങളുടെ കുട്ടിയാണോ. അതല്ലേ, നിങ്ങളുടെ ആരുടെ കുട്ടിയാണെന്ന് അറിയില്ല. വീട്ടിൽ നിന്ന് പോകുമ്പോ എന്നെ വിളിക്കരുത് പ്ലീസ്. നേരെ ആലപ്പുഴയിലേക്ക് പോയാൽ മതി. എല്ലാ കുട്ടികളുടെ ഞാൻ ഉത്തരവാദമല്ല, ഒരു കുട്ടികൾ. ഞാൻ ഇതുവരെ ഒളിച്ചോടി പോകുന്ന ഒരു വീഡിയോ ഒന്നും ഞാൻ ഇതുവരെ തല്ല് കിട്ടുന്ന വീഡിയോ ചെയ്തിട്ടില്ല. റവന്യൂ ലക്ഷങ്ങളാണോ കോടികൾ? കോടികളാകാൻ താല്പര്യമുണ്ട് എനിക്ക്, പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല. ആവറേജ് 50 lakh. 50 lakh ഒക്കെ ആണെങ്കിൽ എങ്ങനെ നിൽക്കുക? ഹിന്ദി യൂട്യൂബേഴ്സിനകത്ത് ചില യൂട്യൂബേഴ്സിനൊക്കെ മാസം 1 കോടി രൂപ കിട്ടുന്നവരൊക്കെ ഉണ്ട്. ആണോ? ഞാൻ ഹിന്ദിയിലേക്ക് മാസം 1 കോടി യൂട്യൂബ് റവന്യൂ മാത്രം. ഇപ്പോ നമുക്ക് കിട്ടുന്നതിനേക്കാൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെലവാക്കുന്നുണ്ടല്ലേ? ചില മാസങ്ങളിലൊക്കെ ഞാനിപ്പം ഇത്ര ലക്ഷം ഉണ്ടെങ്കിൽ അത്ര ലക്ഷം 3-4 ദിവസത്തേക്ക് ആ വീഡിയോക്ക് തീരും. തുടങ്ങിയ സമയത്ത് എനിക്ക് 500 രൂപയൊക്കെ തുടങ്ങിയ ഞാൻ ഇപ്പൊ എന്റെ പെർ വീഡിയോ ഏകദേശം 60,000 രൂപയൊക്കെ ചെലവാകുന്നുണ്ട് എനിക്ക്. നോബഡി ബിലീവ്സ് ലൈക്ക് യൂട്യൂബ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് പീപ്പിൾ, അതൊരു കോമൺ തിങ് അല്ല. ഈവൻ എന്റെ അച്ഛൻ തന്നെ യൂട്യൂബിന് 100% അല്ല. യൂട്യൂബ് നിന്നു നീ എന്ത് ചെയ്യും. അപ്പം ലൈക്ക് ഐ ഡോണ്ട് ബ്ലെയിം ദം, ബട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. അപ്പം ഞാൻ അങ്ങനെ അതിനെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കാറില്ല. പക്ഷെ അതല്ലാതെ കുറേ ആൾക്കാർ പറയും. പക്ഷേ what I have to say, man, 7 million. I'm going to be one of the top creators in Kerala. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633 888 575. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്നത്തെ എൻ്റെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ സാധാരണ മലയാളത്തിലാണ് യൂട്യൂബ് ചാനൽസും വ്ളോഗിങ്ങും ഫുഡ് വ്ളോഗിങ്ങും ഒക്കെ കാണുന്നത്. ഇത് മലയാളം കടന്ന് അങ്ങ് ഹിന്ദിയിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി. അത് 1 അല്ല 2 അല്ല 3 ഹിന്ദി ചാനൽസ്, 3 മലയാളം ചാനൽ, 2 ഇൻസ്റ്റാ. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ, അതിൻ്റെയൊക്കെ ഓണേഴ്സ് ആണ് ഇന്ന് എൻ്റെ ഗസ്റ്റായിട്ട് വരുന്നത്. സോ നമുക്ക് വെൽക്കം ചെയ്യാം അർജുൻ. ഹലോ. ഇതെങ്ങനെ മാനേജ് ചെയ്യും? 3 ഹിന്ദി, 3 മലയാളം, 2 ഇൻസ്റ്റ മാനേജ്. യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം 7 കൊല്ലമായി. അപ്പൊ എനിക്ക് പണ്ട് തൊട്ടേ കേരളവും എനിക്ക് പാൻ ഇന്ത്യ രണ്ടും താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പം ഇന്ത്യയിൽ ഇപ്പൊ ഫേമസ് യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള ആൾക്കാർ വരത്തില്ല. അപ്പൊ ആ പാൻ ഇന്ത്യ റീച്ച് വേണമെന്നുണ്ട്. പിന്നെ അതും കൂടി അങ്ങനെ ഫോക്കസ് ചെയ്ത് പാൻ ഇന്ത്യൻ യൂട്യൂബറാണ് ഏകദേശം പാൻ ഇന്ത്യ. പക്ഷെ അതിന്റെ ജാടൊന്നുമില്ല. ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്തേ നമ്മൾ ഇങ്ങനെ ഏറ്റവും കൂടുതൽ വ്യൂസ് പോയ വീഡിയോസിനെ കുറിച്ച് പറയുമ്പോൾ 100 മില്യൺ അതിന്റെ മേലേക്കാണ്. അല്ലാണ്ട് ഏറ്റവും കുറവ് 10 മില്യൺ 15 മില്യൺ ഒക്കെ ഉണ്ടാകുമായിരിക്കും. എനിക്കൊന്ന് കണ്ട് ഒരു ശീലമല്ല ഇത്രയും മില്യൺ. ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ നോക്കാറില്ല. മോസ്റ്റ്ലി വല്ലപ്പോഴും അബദ്ധവശം കണ്ട, അതുകൊണ്ട് എനിക്ക് വലിയ ഇന്ന നമ്പറൊന്നും ഓർമ്മയില്ല. ഷോർട്സ് വെച്ചാൽ അങ്ങനെ റവന്യൂ ഇല്ലല്ലോ. അപ്പം ജസ്റ്റ് അപ്ലോഡ് ചെയ്യും, അത് പിന്നെ കിടന്ന് കൂടും. അപ്പൊ ലാസ്റ്റ് എപ്പോഴും നോക്കിയപ്പോൾ 100 മില്യൺ 90 മില്യൺ കുറെ ഉണ്ട് എനിക്ക്. പിന്നെ മലയാളത്തിൽ ഏകദേശം 10-15 മില്യൺ. മലയാളത്തിൽ റീച്ച് ആകത്തില്ല, അത്ര ആൾക്കാരില്ല, 3.5 കോടി ആൾക്കാരേ ഉള്ളൂ. 10 മില്യൺ ഒന്നും നിങ്ങൾക്കൊരു റീച്ച് അല്ല. 10 മില്യൺ ഞാൻ മുടക്കുന്ന പൈസക്ക് തിരിച്ച് റവന്യൂ കിട്ടാറില്ല. അപ്പം അങ്ങനെ നോക്കാറുള്ളൂ. അങ്ങനെ ഇപ്പൊ ടോട്ടലി 3 ചാനൽസിലും കൂടിയിട്ട് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ അറിയില്ല. 8 മില്യൺ ഉണ്ടെന്നുണ്ട് യൂട്യൂബിൽ ടോട്ടൽ. 8 മില്യണോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ മുതലാളിയാണ് ഇരിക്കുന്നത്. അടുത്ത വർഷം എനിക്ക് ഡയമണ്ട് പ്ലേ ബട്ടൺ കിട്ടും കേട്ടോ. ആണോ? ഒരു 5 വർഷം കൂടി എടുത്താൽ എനിക്കൊരു 5 മില്യൺ ആയി ഹിന്ദി.
അടുത്തൊരു 5 million എനിക്ക് വേണമെന്ന് വെച്ചാൽ ഈ വർഷം തീർക്കാം. ഗ്രാജുവലി പോകുന്നതുകൊണ്ട് ഏകദേശം അടുത്ത വർഷത്തിന് എന്നോട് എനിക്കൊരു ഡയമണ്ട് കിട്ടും. ഓക്കെ. ഡയമണ്ട് അങ്ങനെ അധികം മാർക്കും കിട്ടിയിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ കേരളത്തിൽ? കേരളത്തിൽ കുറച്ച് പേർക്കുണ്ട്. ഈ സംസാരം ഇല്ലാത്ത എന്താണ് ലാംഗ്വേജ് ഇല്ലാത്ത യൂട്യൂബേഴ്സ് ഉണ്ട്, അവർക്ക് പെട്ടെന്ന് കയറും. നമ്മള് ഇങ്ങനെ മനസ്സിലായി. KL Bro Biju അങ്ങനെ ലാംഗ്വേജ് ഇല്ലല്ലോ, അപ്പോൾ അവർക്ക് പാൻ ഇന്ത്യയും അതിന്റെ പുറത്തോടെ ഒക്കെ വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് 10 million ഇത് കിട്ടും. ഇത് ഇപ്പൊ ഈ 3 ചാനൽസിൽ ഇപ്പൊ എങ്ങനെയൊക്കെ വീഡിയോസ് ഇടുന്നേ? ഇപ്പം ഇന്ന് ഈ ചാനലില് നാളെ അങ്ങനെയാണോ? എനിക്ക് മെയിൻലി എന്ന് വെച്ചാൽ എനിക്ക് ഒരേ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഞാൻ മാസത്തിൽ കുറച്ച് വീഡിയോസ് ഇടാറുള്ളൂ. അത് എനിക്ക് എല്ലാം വെച്ചാൽ ഒരു വീഡിയോ തന്നെ ഹിന്ദിയിലും പോകും, മലയാളത്തിലും പോകും, പിന്നെ ഡെയിലി വ്ളോഗ്സ് പോകും, പിന്നെ ഗെയിമിംഗ് ചാനലുണ്ട്. ഗെയിം ചാനൽ ഞാൻ ഒരു സമയത്ത് നല്ലതായിട്ട് മൈൻക്രാഫ്റ്റ് കളിച്ച് നല്ല രീതിയിൽ ഇരിക്കുന്നതാണ്. അതിപ്പോൾ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ആക്റ്റീവ് 4 ചാനലാണ്. ഗെയിമിംഗ് ചാനൽ എനിക്ക് സമയം കുറവാണ്, അതിനോടൊരു കമ്മിറ്റ് ചെയ്യണമെന്നുള്ള താല്പര്യമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എനിക്ക് IRL ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു, ലൈവ് സ്ട്രീം, പക്ഷെ അതിനൊന്നും എനിക്കിപ്പോൾ സമയം പറ്റുന്നില്ല. അതാ ഒരു കുഴപ്പം. ലൈവ് സ്ട്രീം എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു പരിപാടിയാണ്. ലൈവ് സ്ട്രീം ഒരു 6-8 മണിക്കൂർ ഡെയിലി ഉള്ള ലൈവ് സ്ട്രീം IRL ചെയ്യണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ബ്ലോഗ് ചെയ്യുന്നതുകൊണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിപ്പോ, അപ്പൊ ഇത് വേണം അത് വേണം എന്നുള്ളതാണ്. ഇപ്പൊ ടൈമില്ല, ഫുൾ ബിസിയാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു ഡേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? എങ്ങനെ ഡേ പോകുന്നത്? മോസ്റ്റ്ലി എന്താണ് എഴുതേക്കും. പിന്നെ എനിക്ക് പല കണ്ടന്റാണ് ഇൻസ്റ്റയ്ക്കകത്തും കൂടുതൽ ഞാൻ ബോഡി ബിൽഡിങ്ങിന്റെ ടൈപ്പ് കണ്ടന്റ് ഇടും. അത് എനിക്ക് എന്റെ സെയിം കണ്ടന്റ് എനിക്ക് ഇടാം, പക്ഷെ വെറുതെ അവിടെയും കൂടി കാലി ഒട്ടിയെന്ന് പറഞ്ഞാൽ അതും ചെയ്തു തുടങ്ങി. അപ്പൊ അങ്ങനെ ഇപ്പം ഇൻസ്റ്റയിൽ ഇങ്ങനെ എന്താണ് ഫിറ്റ്നസിന്റെ വീഡിയോസ് ഉണ്ട് എനിക്ക്. അതിൽ ഞാൻ ആർക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുമില്ല. ജസ്റ്റ് എനിക്ക് എന്ത് ഇഷ്ടം അത് ഞാൻ ഇടുന്ന ആൾക്കാർ കാണുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഫിറ്റ്നസിന്റെ ഒരു ഭാഗം ഇൻസ്റ്റയിൽ അത് സെപ്പറേറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനു വേണ്ടി വേറെ ഡെയിലി ചെയ്യണം. അതല്ല പിന്നെ 2 വ്ളോഗ് ചാനൽ പോകും, ഡെയിലി ഹിന്ദിയിലും മലയാളത്തിലും 2 വ്ളോഗ്സ് പോകും. അതല്ലാതെ ഇപ്പം ഞാൻ മെയിൻ ചാനൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ആ സമയത്ത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. അതും 2 ഹിന്ദിയിലും മലയാളത്തിലും റെക്കോർഡാകും. പിന്നെ ഫേസ്ബുക്ക് വെറുതെ അവിടെ ഞാൻ ഓർമ്മ വന്ന് അപ്ലോഡ് ചെയ്യാത്ര അങ്ങനെ. പക്ഷെ ഫേസ്ബുക്കിൽ നിന്ന് റവന്യൂ കിട്ടില്ലേ? ഫേസ്ബുക്ക് അപ്ലോഡ് ചെയ്യാറില്ല, നോക്കിയിട്ടില്ല. ഇല്ല, എനിക്ക് റവന്യൂ വേണമെങ്കിൽ നല്ല വേണം. തട്ടിമുട്ടിയുള്ള റവന്യൂ വെച്ച് എന്റെ ചാനൽ നടന്നു പോകത്തില്ല, അതുകൊണ്ട് മൈൻഡ് ചെയ്യാറില്ല അങ്ങനെ. ഇല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ നമുക്ക് കിട്ടുന്നതിനേക്കാൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെലവാക്കുന്നുണ്ടല്ലേ? എനിക്ക് കിട്ടുന്നേക്കാളും ചെലവാ. അപ്പൊ അതെങ്ങനെ ടാലി പോകുന്നേ? കിട്ടുക നേരെ പോയിട്ടങ്ങ് കിട്ടുക. ചില മാസങ്ങളിലൊക്കെ ഞാനിപ്പം ഇത്ര ലക്ഷം ഉണ്ടെങ്കിൽ അത്ര ലക്ഷം 3-4 ദിവസത്തേക്ക് ആ വീഡിയോക്ക് തീരും. തുടങ്ങിയ സമയത്ത് എനിക്ക് 500 രൂപയൊക്കെ തുടങ്ങിയ ഞാൻ ഇപ്പൊ എന്റെ പെർ വീഡിയോ ഏകദേശം 60,000 രൂപയൊക്കെ ചെലവാകുന്നുണ്ട് എനിക്ക്. അത് റിട്ടേൺ ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അത്രയ്ക്ക് വ്യൂവർഷിപ്പ് ഇല്ല കേരളത്തിൽ. അപ്പൊ അത് ബുദ്ധിമുട്ടാണ്, പക്ഷെ എനിക്കൊരു ഇൻട്രസ്റ്റ് കാരണം ചെയ്തു പോകുന്നത്. പിന്നെ മൾട്ടിപ്പിൾ ചാനൽസ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ജഗിൾ ചെയ്ത് പോകും. തട്ടിമുട്ടിയാണ് പോകുന്നത്. അങ്ങനെ തട്ടിമുട്ടി എപ്പോഴും പോകാൻ എനിക്ക് താല്പര്യമില്ല, എന്തെങ്കിലും ഞാൻ മാറ്റി തട്ടിമുട്ടും. ഇപ്പൊ ടോട്ടലി ഫുഡിന് വേണ്ടി മാത്രമേ, അതായത് യൂട്യൂബ് വീഡിയോസിന് വേണ്ടി ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം എത്ര ചെലവായി കാണും? ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമോ? ആന്നും അറിയില്ല, എന്നാലും ഏകദേശം കുറെ ചെലവായിട്ടുണ്ട്. ഞാനൊരു ഡ്രൈവ് ത്രൂ വീഡിയോ ചെയ്തപ്പം എന്താണ് ഒരുത്തന മെക്ഡോണൽഡ്സിനകത്ത് ഡ്രൈവ് ത്രൂ ഇല്ലേ, ഫുഡ് കാറിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത്, അത് ഏകദേശം 60,000 രൂപ ചിലവായി. ഫുഡ് മാത്രം 35,000 രൂപ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. മെക്ഡിൽ നിന്ന് ആ ദിവസം 35,000 രൂപയുടെ ഫുഡ് മേടിച്ചിട്ടുണ്ട്. അതല്ലാതെ അവൻ ആ കാറിന്റെ ക്ലച്ച് കത്തിച്ച് കളഞ്ഞപ്പോൾ അതിന്റെ ചിലവ് വേറെ വന്ന്, പിന്നെ അവന് കൊടുത്ത പൈസ 10,000 അവന് കൊടുത്ത്, പിന്നെ അങ്ങനെയൊക്കെ നോക്കി ഒരു 60 അവിടെയും ചിലവായി. ഫുഡിന് വേണ്ടി കുറെ ചിലവായിട്ടുണ്ട്, ഓർമ്മയില്ല. ഈ നമ്മളിപ്പോ ഇന്ന ചലഞ്ച് ചെയ്ത് ഇത്ര രൂപ കിട്ടും എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ശരിക്കും സ്പോട്ടിൽ തന്നെ കൊടുക്കുന്ന ക്യാഷ് ആണോ? സ്പോട്ടിൽ തന്നെ കൊടുക്കുന്നത്. എനിക്ക് വേറെ പേരും അറിയത്തില്ല. മോസ്റ്റ്ലി പേര് തുടക്കത്തിലൊക്കെ ഞാൻ ചോദിച്ചു നടക്കുമായിരുന്നു വീഡിയോ ഒക്കെ വരണമെന്ന്. ഇപ്പൊ എവിടെയെങ്കിലും പോയി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ ഇങ്ങോട്ട് തന്നെ വരും. അപ്പൊ അവർ വരിക, ഓക്കെ പറയുക, വീഡിയോ എടുക്കുക, പിന്നെ അത് ഇങ്ങോട്ട് ഫ്ലോയിൽ പോവുക. പേരൊക്കെ ചിലപ്പോൾ ചോദിക്കാറുമില്ല, അവസാനമായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ ഈ ഇപ്പൊ മന്തിയുടെ വീഡിയോ ചെയ്ത സമയത്തെ ശരിക്കും ഏറ്റവും ബെസ്റ്റ് മന്തി എവിടത്തെയായിരുന്നു? കോഴിക്കോട് സൂഫിയുടെ മന്തിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട. സൂഫിയുടെ പക്ഷെ വേറെ പല ജില്ലയിലുണ്ട്, ഞാൻ അവിടെ നിന്ന് കഴിച്ചുകൊണ്ട് വേറെ ജില്ലയിൽ ട്രൈ ചെയ്തില്ല. ഇല്ല, ഈ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഇപ്പം എത്ര സമയം വെയിറ്റ് ചെയ്യും കറക്റ്റ് ഒരു പറ്റിയ ഒരാളെ കിട്ടാൻ വേണ്ടിട്ട്? അല്ലെങ്കിൽ പെട്ടെന്ന് പറ്റിയ ഒരാളെ കിട്ടാൻ അത് കുറച്ച് സമയം എടുക്കും എനിക്ക്. നമ്മൾ ആ വീഡിയോക്ക് ഒരു വൈബ് നോക്കുക, വെറുതെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫീല് വേണ്ട വീഡിയോക്ക്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് ഹാസ് ടു ബി എന്റർടൈനിങ് അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് കുറച്ച് സമയം എടുത്തെടുക്കാറുണ്ട്. ഒരു സ്ഥലത്തുനിന്ന് ഒരു മന്തി, വേറെ സ്ഥലത്തുനിന്ന് പെരി. ഞാൻ 14 മന്തി കഴിക്കണ്ടേ, ഒരേ ടേസ്റ്റിന് പിടിച്ചിട്ടിരിക്കാൻ ബുദ്ധിമുട്ടാ. മന്തിക്ക് ഒരു തവണ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആ ചിക്കന്റെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ചോറൊക്കെ ഒരു നല്ല കടകളിൽ മിക്കുന്ന പോലെയൊക്കെ നല്ല തന്നെ, നല്ല ടോപ്പിലുള്ള മിക്ക കടയ്ക്കും ഒരേ ടേസ്റ്റ് ഒക്കെ തന്നെ. പിന്നെ ചിക്കൻ അന്ന് നല്ലതായിട്ട് കുക്ക് ആയിട്ടുണ്ടോ, അന്ന് കരിഞ്ഞു പോയിട്ടുള്ള ആ ലെവലിലേക്ക് എത്തത്തുള്ളൂ. ഇല്ല,
അപ്പോൾ അങ്ങനെയാ. അതുകൊണ്ട് എനിക്കൊരു ഇത് വേണ്ടേ, 14 ദിവസമായിട്ട് മന്തി കഴിച്ചോണ്ടിരിക്കുന്നു, ഞാൻ അതൊക്കെ അവിടെ നിന്ന് കിട്ടുന്ന മാറി കഴിക്കും. എന്നിട്ട് അത് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്തി ഏത് ടൈപ്പ് ഓഫ് മന്തി ആയിരുന്നു? ഏത് ടൈപ്പ് ഓഫ് മന്തിയാണെന്ന് വെച്ചാൽ എനിക്ക് ഏത് മന്തി കുഴപ്പമില്ല. അതാണ് പറയുന്നത്, ആ വീഡിയോ ഒക്കെ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട് ഇറ്റ്സ് എ പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടാ. ഇത് ഞാൻ ഇങ്ങനെയാണെന്ന് പറയുന്നില്ല, ഇറ്റ്സ് മൈ ബയസ്ഡ് ഒപ്പീനിയൻ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറയും, അത് കാണാൻ ഇഷ്ടമുള്ളവർ കാണുന്നു, അത്രേ ഉള്ളൂ. അതിൽ കുറേ കമന്റ്സ് വന്നത് ഫുൾ കോഴിക്കോടുകാരുടെ കമന്റ് ആയിരുന്നു. ഞങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ആണ്, കോഴിക്കോട് സെക്കൻഡ് ആരാന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്നൊക്കെ. അപ്പൊ സെക്കൻഡ് ആരായിരുന്നു? സെക്കൻഡ് അറിയില്ല, എന്നാലും പറയണം പറ്റുന്നത്. ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഞാൻ അടുത്ത വീഡിയോ കേട്ടോ, എനിക്ക് ഓർമ്മയൊന്നുമില്ല. സൂഫി എനിക്ക് ഓർമ്മയുള്ള ടോപ്പിക് കിടന്നോണ്ടാ. സെക്കൻഡ് അത് വീഡിയോക്ക് തന്നെ വേണ്ടി വരും, ഒരു ഐഡിയ ഇല്ല എനിക്ക്. ആലോചിക്കുമ്പോ ആ ഒരു ടേസ്റ്റ് ഒക്കെ ടേസ്റ്റ് ആലോചിക്കുമ്പോഴാണ് ഞാൻ മന്തിലോട്ട് ഇനി ആലോചിക്കുന്നില്ല. അതെന്താ? മന്തി ഇനി കഴിക്കുന്നില്ല. ഈ കണ്ടിന്യൂസ് 14 ദിവസം മന്തി കഴിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നായിരുന്നോ ബോഡിക്ക്? പ്രശ്നം തോന്നുന്നില്ല, ഒരു ദിവസം ഒഴിച്ച്, അല്ലാതെ കുഴപ്പമില്ല. എന്ത് സംഭവിച്ച ഒരു ദിവസം? വയറുവേദനയായിരുന്നു. അല്ലാണ്ട് ഒരു ദിവസം ഞാൻ കാറി കിടന്ന് വയറുവേദനയായിട്ട് ആസ്വദിക്കുമായിരുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ക്യാഷ് ചെലവായ വീഡിയോ ഏതായിരുന്നു? ഏറ്റവും കൂടുതൽ ക്യാഷ് ചെലവായ വീഡിയോ എനിക്കൊന്ന് മന്തിയ ഈ മെക്ഡിയുടെ കണ്ട വീഡിയോ. എനിക്കെല്ലാം ഏകദേശം ഒരു 50-60 റേഞ്ചാ. ഞാൻ അത് കവിഞ്ഞ് പോകാൻ ശ്രമിക്കാറില്ല. ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും റിട്ടേൺ കാണത്തില്ല. അതാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് കൂടുതലും പൊക്കത്തോട്ട് പോകാത്തത്. അല്ലെങ്കിൽ പിന്നെ വേറെ കുറച്ച് മുമ്പിലോട്ട് വരുന്ന വീഡിയോസിനൊക്കെ നല്ല ചിലവുണ്ട്, അത് ഞാൻ പതുക്കെ ആയി വരും. അങ്ങനെയാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ വീഡിയോ ഏതായിരുന്നു? ഏറ്റവും ചെലവ് കുറഞ്ഞ വീഡിയോ ഏത് ഒരു തുടക്ക സമയത്ത് 200 രൂപ 300 രൂപ കൊടുത്തേണ്ടായിരിക്കും അത്. ആ വീഡിയോ അതായത് ഞാൻ ഏറ്റവും കുറഞ്ഞ എനിക്ക് തോന്നുന്നു 500 രൂപയിലായിരിക്കും. അത് ഞാനൊരു വഴിയിൽ നിന്നൊരു ചേട്ടൻ ഇങ്ങനെ പോവുക. അപ്പൊ ഞാൻ എന്ന് ചോദിച്ചു, ചേട്ടാ എനിക്ക് ബസ് വിളിക്ക് പൈസ ഇല്ല, തരുമോ, ഒരു ചേഞ്ച് തരുമെന്ന് ചോദിച്ചു. ചേട്ടന് നോക്കിയിട്ട് എനിക്ക് തേഞ്ഞ് തന്ന്. അപ്പൊ അങ്ങനെ തന്നതിന് പേരിൽ ഞാൻ 500 രൂപ കൊടുക്കുക. 500 രൂപ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കൊടുക്കുകയും വേറൊരാൾ എന്റെ കൈ കയറി പിടിച്ച്, അത് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഈ ചേട്ടന് ഞാൻ 500 കൊടുക്കുക, സൈഡിൽ നിന്ന് പോയ ആൾ വന്ന് എന്റെ കൈ കയറി പിടിച്ച് ആ 500 രൂപ വേണ്ടി. അങ്ങനെയൊക്കെ അറിയാം. പക്ഷെ അതാണ് ഏറ്റവും കുറവ് എനിക്ക് തോന്നുന്നത് 500 ആയിരിക്കും. അത് തുടക്കത്തിലുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മിക്ക വീഡിയോസും ഇപ്പൊ ആവറേജിങ് അവിടെ ആൾക്കാർ കൊടുക്കുന്ന പൈസ ഒന്നെങ്കിൽ 5000 10,000 ആയിരിക്കും കൊടുക്കുന്ന. പക്ഷെ അത് ജസ്റ്റ് എനിക്ക് കൊടുക്കുന്ന ചിലവാ. എന്റെ മിക്ക വീഡിയോക്ക് ഒരു 20-30 രൂപ ചിലവുണ്ട്. 30 രൂപ എന്നാലും മിനിമം ഉണ്ട്. അത് കൊടുക്കുന്ന ചിലവ് മാത്രമേ ഉള്ളൂ. ഈ ആൾക്കാർ കാണുന്ന 10 കൊടുക്കുന്നതല്ലേ. എനിക്ക് ക്യാമറ ഗിയറിനാണെങ്കിലും അല്ലെങ്കിൽ ക്യാമറമാനാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള എക്സ്പെൻസ് എല്ലാം നല്ലതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ ചെയ്തു പോകും. കൂടുതൽ ഫാൻസ്, അതായത് ഹിന്ദിയിലും മലയാളത്തിലും ഇങ്ങനെ ഒരേപോലെ നിൽക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി ഫാൻ ബേസ് എവിടെയാണ്? ഹിന്ദിയിലാണോ മലയാളത്തിലാണോ? ഹിന്ദിയിലാണോ മലയാളത്തിലാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ലോയൽ ഫാൻ ബേസ് കേരളത്തിലാണ്. ഹിന്ദിയിലെന്ന് വെച്ചാൽ അത്രയ്ക്ക് വലിയ ഞാൻ ഹിന്ദി പോകുമ്പോൾ അങ്ങനെ മാറ്റി പറഞ്ഞു. കുറച്ചുകൂടി ലോയൽ മലയാളീസ്. ഹിന്ദിക്കാരുടെ കൂടുതൽ വരുന്ന കമന്റ്സ് എന്താ? എനിക്ക് തോന്നുന്നു ഹിന്ദിയിൽ അവരൊരാളുടെ ഫാൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഫാൻസ് ആയിരിക്കില്ലേ? മലയാളീസ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലം വരെ നിലത്തടിക്കുന്നു. ആ ഒരു ഇതുണ്ട്. മലയാളിയുടെ കമന്റ്സ് കുറച്ചുകൂടി പേഴ്സണൽ, അവരുടെ അത്രക്കില്ല. അവർക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. അവരെന്നെ അങ്ങനെ വല്ലയിടത്തും പറയാറില്ല. ചില വീഡിയോ സെയിം വീഡിയോ മലയാളത്തിൽ അപ്ലോഡ് ചെയ്യുന്നതും സെയിം വീഡിയോ ഹിന്ദിയിലും കിടക്കുന്നു. ആ സെയിം വീഡിയോക്കും വൈബ് കമന്റ്സിനകത്ത് ഒരു വീഡിയോക്കകത്ത് എനിക്ക് നല്ലൊരു ഷോവും കമന്റ്സ് കിട്ടിയിട്ടുണ്ട്. എന്തൊരു റീസൺ കിട്ടി. ആ സെയിം വീഡിയോ ഹിന്ദിക്കകത്ത് ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ചില്ലായിട്ട് എടുക്കുക. ചില സമയത്ത് അങ്ങനത്തെ ഒരു വേരിയേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ നോക്കും, ഞാൻ ഇവിടെ വിശ്വസിക്കണം അവിടെ വിശ്വസിക്കണം, സെയിം വീഡിയോ തന്നെയാ. ആൾക്കാർക്ക് ഇവിടെ പൊളിയുന്ന അവർക്ക് ഒരു കുഴപ്പമില്ല. അവർക്ക് വെച്ചാൽ ഇനി അടുത്ത വീഡിയോ ഇടുന്നു പറഞ്ഞാൽ. അപ്പൊ അങ്ങനത്തെ വേരിയേഷൻ വരാനുണ്ട്. ഹിന്ദി ഫാൻസ് അപ്പൊ പറയില്ലേ ഇനി ഞങ്ങളുടെ സ്ഥലത്ത് വന്ന് വീഡിയോസ് എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ആദ്യത്തെ കാര്യം ഞാൻ ആലപ്പുഴ ചെയ്ത് തുടങ്ങിയത്. പിന്നെ കേരളത്തിലുള്ള എല്ലാവരും പറഞ്ഞ് പല ജില്ലയിൽ ചെയ്യാൻ, പല ജില്ലയായി. ഇപ്പൊ ഹിന്ദിക്കാർ പുറത്തു വരാൻ പറയുന്നുണ്ട്. അപ്പൊ ഞാനൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പോയി കഴിഞ്ഞാൽ 5-6 മാസം കഴിഞ്ഞ് വീട്ടിൽ വരത്തുള്ളൂ. അതുകൊണ്ട് അത് ഡിലേ ആക്കി വെച്ചോണ്ടിരിക്കുക. കുറച്ച് കറക്റ്റ് ടൈമിൽ ഇറങ്ങാം. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ മെയിൻ ചാനൽ വീഡിയോ ഉണ്ടാക്കണം, ഞാൻ കേരളത്തിലുള്ള വീഡിയോ ഉണ്ടാക്കണം, വ്ളോഗ്സും ഉണ്ടാക്കണം, എന്നിട്ട് പിന്നെ ജിമ്മിന്റെ വീഡിയോ അതും ഉണ്ടാക്കണം. അതൊക്കെ ഇപ്പോൾ ഓൺ ദ ഗോ എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വലിയ പ്രോപ്പർ ഐഡിയ ഇല്ല. അതുകൊണ്ട് പെട്ടെന്ന് കയറി എടുത്ത് ചാടാത്ത. ഹോംസിക് ആണോ? അല്ല, ഇടയ്ക്ക് വീട്ടിൽ വരണം പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഒരു അമ്മയുണ്ടല്ലോ, അമ്മനെ കാണണ്ടേ, അതുകൊണ്ട് വരുന്നത്. ഹോംസിക് എന്ന് ചോദിച്ചാൽ ഇല്ല, എനിക്ക് വരാം. ഞാൻ കോളേജൊക്കെ പുറത്താണ് പഠിച്ചത്, രാജസ്ഥാനിലൊക്കെ പഠിച്ചത്. വല്ലപ്പോഴൊക്കെ വീട്ടിൽ വരുന്നു. അങ്ങനെ ഇല്ല. എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ്? നമ്മളിപ്പോ ഈ ഒരു സക്സസ് ഇതിൽ നിൽക്കുമ്പോൾ ഉള്ള കാര്യങ്ങളല്ലേ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു സ്റ്റാർട്ടിങ്, ആ ഒരു സ്ട്രഗ്ലിംഗ് ഒക്കെ ഷോ. ഞാൻ
ഞാൻ എത്ര ചാനൽ ഉണ്ടാക്കിയിട്ടെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. ഞാൻ 30-40 ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 30-40 ചാനൽ. എത്ര ചാനൽ ഡിലീറ്റ് ചെയ്യണമെന്ന് അറിയാം. എന്നുവെച്ചാൽ ഒരു 6 മാസം ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ഈ ചാനൽ വർക്കൗട്ട് ആകത്തില്ലെന്ന്. ഞാൻ ഡിലീറ്റ് ചെയ്യും. എനിക്ക് മെയിൻലി ഹിന്ദിയിലാണ് പ്രോബ്ലം വന്നത്. എന്ന് വെച്ചാൽ കേരളത്തിൽ ഒരു ഫെയിം വന്നു കഴിഞ്ഞപ്പം ഹിന്ദി ചാനൽ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മോന്ത വെച്ച് ഏത് വീഡിയോ ഇടും അത് ഈ മലയാളികൾ എടുത്ത് കാണും. അവർ ഫുള്ളും കാണത്തുമില്ല ഹിന്ദി ആയതുകൊണ്ട്. അതുകൊണ്ട് ഇത് കേരളത്തിന്റെ പുറത്തോട്ട് വീഡിയോ പോകത്തില്ല. അപ്പൊ അങ്ങനെ എനിക്ക് 1-2 വർഷം ടാസ്ക് എടുത്തിട്ടാണ് ഞാൻ ഈ മെയിൻ ഇപ്പോൾ ഒരു 5 മില്യൻ്റെ ചാനൽ ഹിന്ദി കിടക്കുന്ന അത് 5-8 അതിന് മുമ്പേ 5-8 ചാനൽ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ആ ചാനൽ ഇപ്പോൾ വരുന്നത്. 6 മാസമൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ആ വീഡിയോ പിന്നെ ഇടാൻ പറ്റത്തില്ല. അത് പിന്നെയും പുതിയ വീഡിയോ ആയിട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആയിട്ട് ഏകദേശം ഇപ്പോൾ 7-8 കൊല്ലമായി. തുടക്കത്തിൽ ഏകദേശം ഒരു 5-6 കൊല്ലം എനിക്ക് സക്സസ് കിട്ടിയിട്ടില്ല. ശോകമായിരുന്നു ഏറ്റവും തുടക്കത്തിൽ. ഞാൻ 2015 യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് എനിക്ക് പ്രോപ്പർ ഗിയർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മലയാളത്തിൽ അവിടെ തുടങ്ങിയത് ഞാൻ ഹിന്ദിയിലായിരുന്നു. ഇപ്പൊ ഞാൻ ടോപ്പ് ഹിന്ദി യൂട്യൂബേഴ്സിൽ കിടന്നേനെ. ആ സമയത്ത് കോമ്പറ്റീഷൻ ഇല്ല, ആരും ഇല്ല ആ സമയത്ത്. ഇപ്പൊ ഉള്ള എല്ലാ ടോപ്പ് യൂട്യൂബേഴ്സും കയറിയത് ആ സമയത്താണ്. അപ്പം അന്ന് എനിക്ക് കയറാൻ പറ്റില്ല. എനിക്ക് ഗിയർ ഇല്ലായിരുന്നു. പിന്നെ കോളേജിലുള്ള ഞാൻ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കും കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ക്യാമറ ചെയ്യുക. ആ ക്യാമറ അവന്മാരുടെ മുഖത്തേക്ക് തിരിക്കാനേ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പോയി പെട്ട സ്ഥലവും ഇങ്ങനെയായി. പിന്നെ ഗിയറും ഇല്ല. അപ്പം അങ്ങനെ വന്ന് ഇതായിപ്പോയത്. അത് പിന്നെ കുറേ സമയം എടുത്തു. ഗിയർ വന്നപ്പോൾ ആൾക്കാർ കൂടി. പിന്നെ അത് കേട്ട അറിയാതെ ഞാൻ ആ സമയത്ത് കയറി ഗെയിമിങ്ങിലോട്ട് പോയപ്പം കേരളത്തിലെ ഗെയിമിങ്ങിലോട്ട് പോയത് മൈൻക്രാഫ്റ്റ്. അത് ഞാൻ പീക്കിലെത്തി സാച്ചുറേറ്റ് ആയി. അതിൽ കൂടുതൽ ഗ്രോത്ത് ഇല്ല ആ ഒരു സ്ട്രീം ഗെയിമിന് മൈൻക്രാഫ്റ്റിന്. അപ്പൊ അത് സാച്ചുറേറ്റ് ആയി. പിന്നെ അത് ഞാൻ നിർത്തി. പിന്നെ പുതിയ തുടങ്ങിയ ചാനലാണ് ഇത്. ഒരു ടൈമിൽ ഞാൻ നിർത്തി യൂട്യൂബ്. എന്ന് വെച്ചാൽ എനിക്ക് 5-6 കൊല്ലമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക, വർക്കൗട്ട് ആകുന്നില്ല. എന്നുവെച്ചാൽ എനിക്ക് എക്സ്പെൻഡിച്ചർ പണ്ട് തൊട്ടേ ഉണ്ട്, വർക്കൗട്ട് ആകുന്നില്ലെന്ന് മനസ്സിലാക്കി ഞാൻ 4 മാസം നിർത്തി. ഞാൻ IT വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 3 വർഷം. അതിന്റെ പാരലിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് IT ഒരു സമയത്ത് അത് വിറ്റ എന്താണ് എൻ്റെ അപ്രൈസൽ നടക്കുക. എനിക്ക് പൈസ കൂട്ടിത്തരാൻ വേണ്ടി. അപ്പം ഒരു ഡയറക്ടറാണ് ലേഡിയാ. ആദ്യത്തെ ഒരു മഹാ കോണ്ടൻസെൻറ്റിങ് വൈബായിരുന്നു എന്നെ. അപ്പം ഞാനിത് കേട്ടോണ്ട് പണ്ട് തൊട്ടേ എനിക്ക് ഇത് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ വെറുതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നും പറഞ്ഞ് ഞാൻ ജോലി ചെയ്ത് പോവുക. അപ്പോൾ അവരെനിക്ക് അപ്രൈസലിന് ഒരു 10% കണ്ട് കൂട്ടാൻ പോയി. ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവർ പറഞ്ഞു നിങ്ങൾ എന്തോ ചെയ്തിരിക്കുന്ന. ഞാൻ പറഞ്ഞ് എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും ചെയ്യുമെന്ന്. അപ്പം വേറെന്തോ ചെയ്തിരിക്കുന്നത്. എനിക്ക് നല്ല റാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ആൾക്കാർ, ക്ലയൻസ് ഒക്കെ ആയിട്ട്. അതെല്ലാവർക്കും ഉണ്ടെന്ന്. നിങ്ങൾ തന്ന ജോലിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ല വേറെ ഡെസ്കിൽ നിന്ന് എനിക്കെടുത്ത് ചെയ്യാൻ പറ്റുക. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ് ഞാൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ മാനേജറും കോളുണ്ടായിരുന്നു. ആ കോള് കഴിഞ്ഞ് അടുത്ത കോളിൽ ഞാൻ മാനേജർക്ക് പറഞ്ഞാൽ ക്വിറ്റ് ചെയ്യണം. അത് അവിടെ വെച്ചാണ് ഞാൻ ജോലി രാജിവെക്കുന്നത്. ജോലി രാജിവെച്ച് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ യൂട്യൂബ് നോക്കി, വർക്കൗട്ട് ആയില്ല. പിന്നെ യൂട്യൂബ് നിർത്തി ഞാൻ പിന്നെ ജോലിക്ക് പോയി. അത് 4 മാസം പോയി. അതെന്തോ ഭാഗ്യത്തിന് എനിക്ക് ജോലി കിട്ടിയില്ല. തിരിച്ചു വന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ചാനൽസാണ് ഈ മലയാളത്തിൽ ഇപ്പം 2.5 മില്യനും 5 മില്യനൊക്കെ. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതായത് വിധിച്ചിരുന്നത്. അതെ, ഞാൻ വിട്ടില്ല, അതിന്റെ കുറെ തൂങ്ങി. പിന്നെ ഇത് 4 മാസം കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഇനി വേണ്ടെന്ന് പറഞ്ഞപ്പം പിന്നെ അമ്മയാണ് പറഞ്ഞത് എനിക്ക് നിനക്ക് ചെയ്യും. അപ്പൊ എനിക്ക് തുടക്കത്തിൽ ഇനി ഫണ്ട് വേണം ഇതിന്. എന്നുവെച്ചാൽ ഞാൻ ഓൾറെഡി കുറെ നാൾ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഫണ്ട് ഓൾമോസ്റ്റ് ഡ്രെയിൻഡ് ഔട്ട് ആയി. അപ്പൊ ഈ ചാനലിൽ എന്ന് പറഞ്ഞ് കുറെ പൈസ ഇറക്കണം. അപ്പൊ അതിന് തുടക്കത്തിന് എനിക്ക് ഫണ്ട് തന്ന അമ്മയാണ്. അപ്പൊ തുടക്കത്തിലെ ഫണ്ട് അമ്മ എനിക്ക് 2 ലക്ഷം തന്നിട്ടുണ്ട്. 3 ലക്ഷം രൂപയൊക്കെ അമ്മ കട നടത്തുന്നേ. അപ്പൊ അമ്മ റോൾ ചെയ്യുന്ന നമ്മുടെ ഉള്ള പൈസ പോലും ഇല്ല. റോൾ ചെയ്ത് തുടക്കത്തിലൊക്കെ ലൈക്ക് യു കാൺ ഗ്യാരണ്ടി. അത് ഷോർട്സിന് ഇത്രയും പൈസ തിരിച്ചെടുക്കാൻ വരുന്നൊന്നുമില്ല. ഞാൻ പൈസ ഇട്ടുകൊണ്ടിരുന്ന്. അപ്പൊ ആ റിസ്ക് ഞാൻ ഏറ്റെടുത്ത്. ഇതിന് ഇത്ര ലക്ഷം ചെലവാക്കിയാലും ലെറ്റ് മീ സീ വെദർ ഇറ്റ്സ് ഗോണ വർക്ക്. അത് ഓൾറെഡി ഇത്രയും വർക്കായില്ല 5-6 വർഷം. പിന്നെ ഒന്നുകൂടെ നോക്കാന്ന് പറഞ്ഞ് നോക്കി ചാനൽ തുടങ്ങി. ഏതാണ്ട് 2ാമത്തെ ആഴ്ച ചാനൽ കത്തി കയറി. ആ 1 മാസത്തിന് ഞാൻ 100K ആയി. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഫീലായി, എനിക്ക് തോന്നി മലയാളം മാത്രം പോരാ, എനിക്ക് ഹിന്ദിയും വേണം. അതൊരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഹിന്ദി സ്റ്റാർട്ട് ചെയ്ത്. ഹിന്ദി 1 മാസത്തിൽ 100K ഒറ്റടിക്ക്. പിന്നെ ഹിന്ദി മലയാളം കൂടി ഏറ്റവും പൊക്കത്ത് പോകുന്നു പറഞ്ഞ് ഒരു പ്രാവശ്യം 1 മില്യനൊക്കെ ആയി മലയാളം. ഹിന്ദി കയറി വരുന്നേ ഉള്ളൂ. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഹിന്ദിയൊക്കെ കയറി ഇപ്പൊ ഡബിൾ ആയി, ഏകദേശം ഹിന്ദി ഡബിൾ ആയി കിടക്കുന്നത്. അങ്ങനെയാണ് ഓൾമോസ്റ്റ് ഹിസ്റ്ററി. അങ്ങനെയാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ആക്ച്വലി ഇത് യൂട്യൂബ് മാത്രം താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ടാണോ ബിടെക് ഫീൽഡിലേക്ക് പിന്നെ വേണ്ടാന്ന് വെച്ചത്? ഞാൻ അച്ഛൻ പട്ടാളത്തിലാണ്, ഞാൻ ആർമി പോയിരുന്നേ. പിന്നെ ഞാൻ വിചാരിച്ച് ടെക്നിക്കൽ ഫീൽഡിൽ ആർമി പോകാൻ വേണ്ടി ഞാൻ ബിടെക് ചെയ്യാൻ പോയി. അത് കഴിഞ്ഞിട്ട് എക്സാം എഴുതാതിരുന്നത് ഞാനാണ്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഫോർ സം റീസൺ ഐ ഫെൽറ്റ് ആർമി കുറച്ചുകൂടി, ഞാൻ ആർമി ജീവിച്ചു. അപ്പോൾ എനിക്ക് അറിയാം ലൈഫ് സ്റ്റൈൽ. അന്നേരം എനിക്ക് ഐ വാണ്ടഡ് മച്ച് മോർ ഫ്രീഡം. അപ്പോൾ ആ ഫ്രീഡത്തിൻ്റെ പുറകെ I felt like YouTube will give me the freedom.
ഇപ്പോൾ കറന്റ് ഏത് വീഡിയോ ചെയ്യാൻ ഐ ഡോണ്ട് ഡിസൈഡ് ഓൺ എനിത്തിങ്. ഞാൻ വെറുതെ അങ്ങോട്ട് പോയേക്കും ചെയ്തേക്കും. ആയിട്ട് മണിയും അത്രയ്ക്ക് ഈവൻ മണി ഞാൻ എൻ്റെ നോക്കാറില്ല. ചിലവാക്കുമ്പം നാളത്തേക്ക് എനിക്ക് ഇത് തിരിച്ചു കൊടുക്കണം. ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡിലായിരിക്കും വലിക്കുന്ന. ഇവിടെ കറന്റ് മൈൻഡ് സെറ്റ് ഇസ് ലൈക്ക് ഐ മേക്ക് മോർ. ഇപ്പം എനിക്ക് ഈ മാസം 1 ലക്ഷം വേണമെങ്കിൽ 1 ലക്ഷത്തിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അടുത്ത മാസം 2 ലക്ഷം ആവശ്യമുണ്ട്. മൈൻഡ് സെറ്റ് ഇസ് ലൈക്ക് ഐ മേക്ക്. ഞാൻ സേവ് ചെയ്യാറില്ല. ഇപ്പം സേവ് ചെയ്യാറില്ല. ഐ എം ഗോണ മേക്ക് ദ മണി. ഇപ്പം എനിക്ക് കൂടുതൽ വേണം, കൂടുതൽ പൈസ ഉണ്ടാക്കത്തേ ഉള്ളൂ. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. ഓക്കെ. ഇപ്പൊ ഈ ഫിറ്റ്നസ്സിലേക്ക് വന്നത് എപ്പോഴായിരുന്നു? അല്ലെങ്കിൽ ഞാൻ ഫിറ്റ്നസ്സിൽ കോളേജ് തൊട്ട് തന്നെ ഉണ്ട്. കോളേജ് തൊട്ട് ഞാൻ ഫിറ്റ്നസ് സത്യം പറഞ്ഞാൽ അച്ഛൻ പട്ടാളത്തിൽ ഈ നേവൽ ബേസ്, നേവിയുടെ ബേസ് ഒക്കെ തന്നെ. അവിടെ ഒരേ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ സ്വിമ്മിംഗ് പൂള്, ജിമ്മിന് ജിമ്മ്, തിയേറ്ററിന് തിയേറ്റർ എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് ആ രീതി വളർന്നു വന്നതുമായിരുന്നു. പിന്നെ എനിക്ക് അതൊരു ശീലമായി. ലൈക്ക് ഞാൻ ചെയ്തു തുടങ്ങി. ഞാൻ ബാസ്കറ്റ്ബോൾ കുറെ കളിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കളിച്ച് ഒരു പോയിന്റിൽ ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതൊരു സ്റ്റാൻഡേർഡ് ആയി. പിന്നെ അതിലോട്ട് എനിക്ക് മാറാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ കോളേജിൻ്റെ ഒരു സമയത്ത് ഞാൻ ഒറ്റ ബൾക്ക് ചെയ്ത് ഫിസിക്ക് സെറ്റാക്കി അന്ന് തൊട്ട് പിന്നെ അങ്ങനെ കൊണ്ടുപോവുക. പിന്നെ അവിടെ അങ്ങനെ എനിക്കങ്ങനെ ക്രേവിങ്സ് ഒന്നും ഇല്ല അങ്ങനെ ഫുഡ് കഴിക്കണമെന്ന്. ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കഴിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടുള്ള ബോഡിക്കുള്ള എഫക്ട്സേ ഉള്ളൂ. അതിന് ഞാൻ 2-3 വീഡിയോ ആയിട്ട് പിന്നെ നിർത്തും. എനിക്കങ്ങനെ ബോഡി ബൾക്ക് ചെയ്യുന്ന കട്ട് ചെയ്യുന്നതൊക്കെ കുഴപ്പമില്ല, എനിക്ക് ചെയ്യാം. ഐ ഡോണ്ട് ഫീൽ ഇറ്റ് ടു ബി ലൈക്ക് ടു ഹാർഡ്. ടൈം ഇല്ലാത്ത കുഴപ്പമില്ല ഇപ്പോൾ വന്നത്. അങ്ങനെ ഓക്കെ. നമ്മളിപ്പോൾ ഫിറ്റ്നസിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കാണാം. എൻ്റെ അല്ലേ? പിന്നെ എൻ്റെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ ഇട്ടില്ല. അത് ഞാൻ ഇൻസ്റ്റേ കാണും. അത് ഞാൻ ഫുൾ കട്ടായി ലീനായ ഒരു 84 നല്ല ഫുൾ ലീനായിട്ടുള്ള ഫിസിക് ഉണ്ട്. അത് കഴിഞ്ഞ 5-6 മാസം മുമ്പത്തെ. ഇതാണോ? ഇതിനും ലീനായിരുന്നു ഞാൻ. ഇതിലും. ഓക്കെ. അപ്പൊ എങ്ങനെയാ ഡയറ്റ് ഒക്കെ എടുക്കാറുണ്ട്? ഇപ്പൊ അതൊന്നും ഇല്ല അല്ലേ? ഇപ്പൊ അതില്ല. അത് കുറച്ച് നാളായിട്ട് തുടങ്ങി. പിന്നെ ഡയറ്റ് ഞാൻ കാർണിവർ എടുത്തത്. കാർണിവർ എന്ന് പറയുമ്പോൾ ഇറച്ചി മാത്രമേ കഴിക്കുന്നുള്ളൂ. ഇറച്ചി മാത്രം, വേറെ ഒന്നും കഴിക്കുന്നില്ല. അപ്പൊ അതിന് എനിക്ക് നല്ല വ്യൂസ് ഉണ്ടായിരുന്നായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് ഇന്റർവ്യൂവിനും പോയതാ ഈ കാർണിവർ. കാർണിവർ എനിക്ക് ലൈക്ക് ഐ ഹാവ് ഓൾവേസ് ബീൻ ഫോളോയിങ്. കാർണിവർ പോപ്പുലറാണ് വെസ്റ്റേണിലൊക്കെ. അപ്പോൾ അത് ഞാൻ കുറച്ച് 3-4 വർഷമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഐ വാസ് ഓൾവേസ് ഇൻട്രീഗ്ഡ്. അതിന് പൈസ വേണം. നമുക്ക് 20,000-30,000 ഇറച്ചി കഴിക്കണം മാസം. അപ്പോൾ അതിന് പൈസ വേണം. പിന്നെ പൈസ എനിക്ക് വന്നു തുടങ്ങിയ സമയത്ത് ഐ വാസ് ലൈക്ക് അങ്ങനെ ട്രൈ ദിസ്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് തുടങ്ങിയതാ. ലൈക്ക് റിസൾട്ട് അങ്ങനെ അല്ലേ. എനിക്ക് നിർത്തണമെന്നും ഇല്ലായിരുന്നു അങ്ങനെ. പക്ഷേ ഈ വീഡിയോക്കൊക്കെ വേണ്ടി കുറച്ച് ഞാൻ തന്നെ ഫുഡിൻ്റെ വല്ലതും ചെയ്യണമെങ്കിൽ അതുകൊണ്ട് ഞാൻ നിർത്തിയത് ആ സമയത്ത്. ഇനി ഞാൻ പിന്നെയും തുടങ്ങും. അപ്പോൾ പിന്നെ വേറെ ചെയ്യാൻ വീഡിയോ എടുപ്പിക്കും. സ്വന്തമായിട്ട് എപ്പോഴും എനിക്ക് ഫുഡ് കഴിക്കണമെന്ന് താല്പര്യമില്ല. വീഡിയോക്ക് വേണ്ടി ആൾക്കാർക്ക് ഇഷ്ടമായതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ. നമ്മൾ ഒരു വീഡിയോയും കൂടി കാണിച്ചു തരാം. നിങ്ങളെ കാണുന്നത് ഞാൻ ജിമ്മിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് പവർ ലിഫ്റ്ററിനെ ചാലഞ്ച് ചെയ്തു. ഞാനൊക്കെ ഇപ്പോൾ കുറച്ച് ഗ്രൂപ്പായിട്ട് ആൾക്കാർ പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നത്. അതിനകത്ത് പെണ്ണുങ്ങൾ 100 കിലോ വരെ മുക്കുന്നത്. എന്റെ അതിന് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ പോലും അതിനകത്ത് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആളെ ഞാൻ ബെഞ്ച് പ്രസ്സിന് ചാലഞ്ച് ചെയ്തു. അവൻ ഒരേ വെയിറ്റ് 5 തൊട്ട് അടിക്കുന്നു. എന്തായാലും എന്റെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് എനർജി സേവ് ചെയ്യണമെന്ന ഒരേ വെയിറ്റ് ഞാൻ 1 പ്രാവശ്യം അടിക്കത്തുള്ളൂ. വേറെ ഷോ കാണിച്ച് എല്ലാം കൂടെ കുളവാക്കുന്നത്. ഈ 100 കിലോ ഒരു വില കൊടുക്കാത്ത രീതിയിൽ അടിക്കുന്നതിനാണ് ഞാനിങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത 100 കിലോ ഒക്കെ അടിച്ച് പോകുന്നു. 120 കിലോ ഇതാണല്ലേ പണി. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. 140 എത്തിയ 140 അടിച്ചിട്ട് പോലും ഇല്ലടേ. 140 പോരായിരുന്നു. അവിടെ തെറ്റുപറ്റി നെഞ്ചി തൊട്ടില്ലെന്നും പറഞ്ഞാൽ പിന്നെ നെഞ്ചി തൊടാൻ പോയതാ. വെള്ളപ്പം എല്ലാം കൂടി പോയി. ഇവൻ പിന്നെ തള്ളിക്കേറ്റ് എനിക്ക് അറിയത്തില്ല. 140 ആയിട്ട് 145 മേടിച്ചിട്ട് എന്റെ പൈസ മേടിച്ചിട്ട് പോയി. അവന്റെ കോസ്റ്റ് ഇൻവെസ്റ്റ് 210 ആണ്. ഇത് ശരിക്കും എന്താ പറയാ, അത് കണ്ടന്റിന് വേണ്ടി ചെയ്തതാണോ അല്ലെങ്കിൽ അത് എന്റെ വീഡിയോസ് എല്ലാം കണ്ടന്റിന് വേണ്ടിയാ. ലൈക്ക് ഐ നോ ഇറ്റ്സ് ഗോണ ഗോ വൈറൽ. അതുകൊണ്ട് ചെയ്യുന്നത്. എനിക്ക് ഈ വീഡിയോക്കകത്ത് എനിക്കൊരു ലെവൽ വരെ വെയിറ്റ് പൊക്കാൻ പറ്റുന്നതുകൊണ്ട് ആ വീഡിയോ വൈറലാണ്. ഇതിപ്പോൾ അവിടെ പോയിട്ട് ഞാൻ 50 കിലോ പൊക്കിയിട്ട് അവൻ 200 വരെ പൊക്കുന്നവനുമായിട്ട് കമ്പീറ്റ് ചെയ്ത് ഞാൻ കാണാൻ രസമില്ല. അപ്പം എനിക്ക് ലൈക്ക് ഐ ഹാവ് ഓൾവേസ് ബീൻ എബോ ആവറേജ് സ്ട്രെങ്ത് എനിക്കുണ്ട്. പിന്നെ കുറേ നാളായിട്ട് ജിം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മിക്ക വർക്കൗട്ടും മിക്ക ആൾക്കാരെ അവൻ പ്രൊഫഷണൽ ലിഫ്റ്ററാണ്. 210 എന്ന് പറയുന്ന ഒടുക്കത്തെ ഹൈ. 100 കിലോ തന്നെ ആൾക്കാർക്ക് പൊക്കാൻ പറ്റത്തില്ല. അവൻ 210 എന്ന് പറയുമ്പോൾ ലൈക്ക് വേ ഹൈ. അപ്പോൾ അങ്ങനത്തെ ഒരാളെ ചാലഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു നല്ല രീതിയിൽ പിടിച്ചു വെക്കണം. എന്നാലേ ആ വീഡിയോക്ക് ഒരു രസമുള്ളൂ.
ഞാൻ ഒരു പെൺകൊച്ചുമായിട്ട് ചെയ്യുന്നുണ്ട് ഒരു ഡെഡ് ലിഫ്റ്റ്. അവിടെ ആ പെൺകൊച്ച് 180 കിലോ ചെയ്ത്, ഞാനും 180 കണ്ട് ആ സമയത്ത് ചെയ്ത്. അപ്പൊ അതിനും ഇറ്റ്സ് ബിക്കോസ് ലൈക്ക് യു ആർ ഏബിൾ ടു കീപ്പ് അപ്പ്. അപ്പൊ എനിക്കറിയാം, എനിക്കൊരു ഫീല് വരും വീഡിയോ വൈറൽ പോവായില്ലെന്ന്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്നത്. നമ്മുടെ വ്ളോഗും വ്ളോഗ് റിലേറ്റഡും യൂട്യൂബ് റിലേറ്റഡ് വിശേഷങ്ങളൊക്കെ ചോദിച്ചു, സ്റ്റാർട്ടിങ് സ്ട്രഗ്ലിംഗ് ഒക്കെ ചോദിച്ചു. ഈ പറഞ്ഞ പോലെ കുറേ ഫാൻസ് ഉണ്ട്, വീഡിയോസിന് ഫാൻസ് ഉണ്ട്, കോണ്ടന്റിന് ഫാൻസ് ഉണ്ട്. അതല്ലാണ്ട് അർജുൻ തന്നെ ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ അവർക്ക് കുറേ പേഴ്സണൽ ഡൗട്ട്സ് ഒക്കെ അവർ ചോദിക്കില്ല, മെസ്സേജസ് ഒക്കെ അയച്ചും, ചേട്ടാ സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ അങ്ങനെയൊക്കെ. അല്ല, ഞാൻ ഇൻസ്റ്റയിൽ റിക്വസ്റ്റ് നോക്കാറില്ല. ഇല്ല, മെസ്സേജ് നോക്കാറില്ല. അതെന്താ? താല്പര്യമില്ല. കുറേ നാൾ താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ ലൈക്ക് ആ മെസ്സേജ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് ഫേക്ക് അക്കൗണ്ട് ആണ് റിയൽ അക്കൗണ്ട് ആണ്, അതിൻ്റെ പുറകെ നടക്കണം. അപ്പോൾ അതിന് കുറേ മെസ്സേജ് വരും. അപ്പോൾ നമ്മളിത് ഫുള്ള് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന അതിന് സമയം കാണത്തില്ല. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല. ഇഫ് ഇറ്റ് ഹാപ്പൻസ് ഇറ്റ് ഹാപ്പൻസ്. അങ്ങനെ മെസ്സേജ് ഒന്നും ചെക്ക് ചെയ്യാറില്ല, കമന്റ്സ് നോക്കാറില്ല. മെസ്സേജ് ഞാൻ 2 വർഷം കഴിഞ്ഞ പ്രാവശ്യം ചെക്ക് ചെയ്തായിരുന്നു. അതെന്തി? അതിപ്പം ഞാൻ റിലേഷൻ ആയിട്ടിരിക്കുന്നു. ഞാൻ പ്രാവശ്യം ചെക്ക് ചെയ്തല്ലോ. അതാണോ അത്? അതല്ല, അതല്ലേ? അല്ല. ഓക്കെ, 2 വർഷം കൊണ്ട് ചെക്ക് ചെയ്ത ഒരു മെസ്സേജ് ആണ് ഇപ്പൊ റിലേഷൻ ആയിരിക്കുന്നത്. അതെ. എത്ര നാളായിട്ടുള്ള റിലേഷനാ ഇത്? പറഞ്ഞതാണോ പബ്ലിക്കില്? റിവീൽ ചെയ്തതാണോ? റിലേഷനിലാണെന്ന് അറിയാം, എന്നറിയത്തില്ല. ഇല്ല. എന്ത് ചെയ്യുന്നു കുട്ടി? എന്ത് ചെയ്യുന്നു? ഏതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്യാണ്. എവിടെ? ആലപ്പുഴ തന്നെ? അല്ല, എറണാകുളത്ത്. എറണാകുളത്ത്. ഓക്കെ. എത്ര ഇയേഴ്സ് ആയിട്ട് ഇപ്പൊ റിലേഷൻ? 2 years 3 years? 3 months. 3 months? ഓക്കെ. അപ്പൊ റീസെന്റ് റീസെന്റിലാണ് ഞാൻ ആ മെസ്സേജ് തുറന്നത്. ഓക്കെ. എന്തായിരുന്നു അപ്പൊ ആ മെസ്സേജില്? മെസ്സേജിൽ അങ്ങനെ ഇന്നതായിട്ടൊന്നും ഇല്ലായിരുന്നു. അത് ജസ്റ്റ് ഞാനൊരു വീഡിയോക്ക് വേണ്ടി എന്തോ ഒരു സ്റ്റോറി ഇട്ടപ്പോൾ അതിന്റെ റിപ്ലൈ ആയിട്ട് വന്നൊരു മെസ്സേജാണ്. ഞാൻ സാധാരണ ഞാൻ റിക്വസ്റ്റ് നോക്കാറില്ല കുറെ കിടക്കുന്നതുകൊണ്ട്. ഫോർ സം റീസൺ ഞാൻ എന്തോ നോക്കുന്ന സമയത്ത് കണ്ടു. എടാ അതെന്തോ ഒരു ഫുഡ് റിലേറ്റഡ് വീഡിയോ ആയിരുന്നു, അതിനുള്ള റിപ്ലൈയാ. അതിന് റിപ്ലൈ ആർക്കും കൊടുക്കണമെന്ന് പോലും ഇല്ലായിരുന്നു. ബട്ട് ഐ ജസ്റ്റ് ഫെൽറ്റ് ബിക്കോസ് ആ മെസ്സേജ് കുറച്ച് ഫണി ആയിരുന്നു. അപ്പോൾ ഐ വാസ് ലൈക്ക്, ഞാനപ്പോൾ എന്തോ ഇങ്ങനെ എഴുതി വിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ അത് തിരിച്ച് റിപ്ലൈ വന്നു. അങ്ങനെ സംസാരിച്ചു തുടങ്ങിയതാണ്. പിന്നെ വൈബ് കൊച്ചിന് നല്ലതായിരുന്നു. ഷീ സീം മെച്യൂർ. അങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ച് എനിക്ക് ഞാനുമായിട്ട് വൈബ് നല്ലതായിട്ട് പോയി. അപ്പം അങ്ങനെ പിന്നെ പരിചയം. അതിനെ പിന്നെ ഡേറ്റിനെ വീടിയിട്ടുണ്ട് ഞാൻ വ്ളോഗിലൊക്കെ. ഇട്ടോ? കുട്ടീനെ കാണിച്ചിട്ടുണ്ടായിരുന്നു? കുട്ടീനെ കാണിച്ചില്ല. കുട്ടീനെ കാണിച്ചില്ല? കുട്ടീനെ വീട്ടുകാർ കാണും, അതുകൊണ്ട് ഞാൻ കാണിക്കാറ്. വീട്ടില് സമ്മതാണോ അർജുൻ? എൻ്റെ വീട്ടിൽ എനിക്ക് ഇപ്പം എൻ്റെ ഇഷ്ടം അമ്മയൊക്കെ സമ്മതമായിരിക്കും. സമ്മതമായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ടെൻഷൻ ഇല്ല. പക്ഷെ കൊച്ചിന്റെ വീട്ടിൽ സമ്മതമായിരിക്കുമെന്ന് അത് വേറൊരു കഥയാണ്. അങ്ങനെ സമ്മതിച്ചില്ലേ പൊക്കും എല്ലാവരും. ആ പൊക്കുന്ന വീഡിയോ ചേട്ടാ എന്റെ ചാനലായിരിക്കും വരുന്ന. ഏതിലായിരിക്കും ആ വീഡിയോ വരുന്നത്? മലയാളത്തിൽ ഹിന്ദി എല്ലാത്തിലും വരും. അതൊക്കെ ഞാൻ ഫുൾ പ്ലാൻ ചെയ്തേക്കാം. ഗില്ലി സോങ് ഇല്ലേ വിജയുടെ, അങ്ങനെ ഇങ്ങനെ ഒരു ജീപ്പിനകത്ത് ഓടിച്ചോണ്ട് വരും. നല്ലായിരിക്കും. അടിപൊളി. ഓൾറെഡി എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഒളിച്ചോടലിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടില്ല. നിവർത്തി കേട്ടാൽ പൊക്കുമല്ല. പക്ഷെ ഇത് ഇന്റർവ്യൂ ഇറങ്ങിയതിനു ശേഷം ഇപ്പം ഇത് കാണുന്ന സമയത്ത് വീട്ടുകാർക്ക് അറിയില്ലല്ലോ ഞങ്ങളുടെ കുട്ടിയാണോ. അതല്ലേ, നിങ്ങളുടെ ആരുടെ കുട്ടിയാണെന്ന് അറിയില്ല. വീട്ടിൽ നിന്ന് പോകുമ്പോ എന്നെ വിളിക്കരുത് പ്ലീസ്. നേരെ ആലപ്പുഴയിലേക്ക് പോയാൽ മതി. എല്ലാ കുട്ടികളുടെ ഞാൻ ഉത്തരവാദമല്ല, ഒരു കുട്ടികൾ. നാളെ ആരെങ്കിലും എല്ലാം വിളിക്കരുത്. ഒളിച്ചോടൽ ആരും ഇതുവരെ ഇട്ടിട്ടില്ല. എന്നെ കൊണ്ട് ഇടിപ്പിക്കാൻ നിർബന്ധിപ്പിക്കരുത്. പക്ഷെ ട്വിസ്റ്റ് ആയിട്ട് അവര് സമ്മതിക്കുമായിരിക്കും. സമ്മതിച്ചാൽ നല്ലത്. സമ്മതിച്ചില്ലേ കേരളം അറിയത്രേ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ സമ്മതിക്കലെന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ഇതുവരെ ഒളിച്ചോടി പോകുന്ന ഒരു വീഡിയോ ഒന്നും ഞാൻ ഇതുവരെ തല്ലി കിട്ടുന്ന വീഡിയോ ചെയ്തിട്ടില്ല. അപ്പൊ അതൊക്കെ റിസ്ക് ഉണ്ടേ. ഒളിച്ചോടുന്ന വെച്ച് കഴിഞ്ഞാൽ പെണ്ണുമായിട്ട് വരുമ്പോ ഇവിടെ വീട്ടിലെത്തണം ഞാൻ. അതെത്തായിരിക്കും. കുറച്ച് ജില്ല ദൂരെയാ അത്. ഇല്ല, എറണാകുളം ആലപ്പുഴ. എറണാകുളത്തല്ല, കൊച്ചല്ല അത്. കുട്ടി എറണാകുളത്തല്ല. എറണാകുളത്തല്ല. കുട്ടി എവിടെയാ? ഒരു ജില്ലയാള്. കണ്ണൂരല്ലാണോ? അതിന്റെ ആവശ്യമില്ല, ഒന്നും പൊട്ടിത്തെറിക്കത്തില്ല. ഇല്ല. എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി? കാരണം ഇത്രയും മെസ്സേജസ് നോക്കാത്ത ഒരാൾ ആ കുട്ടിയുടെ മാത്രം മെസ്സേജ് എടുത്ത് നോക്കുമ്പോൾ പിന്നെ റിലേഷനിലാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ലേ? ലൈക്ക് ഷീസ് വെരി സ്മാർട്ടർ ദാൻ മീ. ഓക്കെ, ആയിട്ട് ഞാൻ മോസ്റ്റ്ലി ഇപ്പോൾ നോക്കുന്ന ഇമോഷണൽ ഇൻ്റലിജൻസാണ്. ലൈക്ക് ഇഫ് ഷീ ഈസ് ഏബിൾ ടു സ്പീക്ക് വെൽ
ഇഫ് ഷീ ഈസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഫോർ സം റീസൺ ഇറ്റ് ജസ്റ്റ് ക്ലിക്ഡ്. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ എനിക്ക് എന്തൊക്കെ ഒരു ക്രൈറ്റീരിയസ് ഉണ്ട് അതെല്ലാം ക്ലിക്കായി. പിന്നെ ഐ വാസ് ഷുവർ. അങ്ങനെ ആരാ പ്രപ്പോസ് ചെയ്തത്? പ്രപ്പോസ് ചെയ്ത് ആരും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവൾ അങ്ങോട്ട് ചെയ്തത്. ഓക്കെ. ഞാൻ ഡിലേ അടിച്ചു. ഐ വാണ്ടഡ് ടു ബി ഷുവർ. സോ അപ്പോൾ ഞാൻ ഡിലേ ഒറ്റയടിക്ക് അവളെ ചെയ്തില്ല. അങ്ങനെ റിലേഷനായിട്ട് തുടങ്ങിയതല്ലത്, ഫ്രണ്ട്സായിട്ട് തുടങ്ങിയതാണ്. അപ്പം അറ്റ് സം പോയിന്റ് ഷീ I guess like it just naturally happened. അപ്പം like I wanted to make sure that like I was 100%. കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് ടൈം എടുത്ത് ആയിട്ട് നിർബന്ധമില്ല. ഇപ്പോൾ 5 വർഷത്തെ റിലേഷൻ ആയാലും 3 മാസത്തെ റിലേഷൻ ആയാലും എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അപ്പം ആണുങ്ങൾക്ക് പൊതുവേ ഉള്ളൊരു ഫീലാണ് എൻ്റെ പെണ്ണ് വ്യത്യാസമുള്ളതാണെന്ന്. പക്ഷെ തേപ്പ് കിട്ടി കഴിയുമ്പോൾ മതിയാവും. അതുകൊണ്ട് ആ ഡയലോഗിൽ ഇറക്കുന്നില്ല. പക്ഷെ ഐ ഫീൽ ലൈക്ക് ദിസ് ഇസ് ഗോണ വർക്ക് ഔട്ട്. ഓക്കേ. അങ്ങനെ അത് ഇതിനു മുന്നേ തേപ്പ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല, തേപ്പ് കിട്ടിയില്ലേ? എന്ത് തേപ്പാണ്? കുറെ തേപ്പുണ്ട്. അല്ല, റിലേഷൻ തേപ്പാ? ഇല്ല, തേച്ചിട്ടുണ്ടോ? അപ്പൊ പേരെ തേച്ച് കിടക്കുക ആണോ? സത്യമായിട്ട് ഇല്ല. അപ്പൊ വേറെന്താ തേപ്പ് ഉദ്ദേശിച്ചേ? കൂടെ ആരെങ്കിലൊക്കെ ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിലുണ്ടല്ലോ, ഏത് കോണ്ടന്റ് ക്രിയേറ്ററിനോട് ചോദിച്ചാലും പറയും സ്റ്റാർട്ടിങ് ടൈമിൽ ചിലപ്പം ഇന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഭയങ്കര പുച്ഛായിരിക്കും, എന്തിനീ വീഡിയോ എടുത്ത് നടക്കുന്നത്, വ്ളോഗ് എടുത്ത് നടക്കുന്നത് എന്നൊക്കെ ചോദിച്ച് പുച്ഛിക്കും. പക്ഷെ ഇന്ന് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ എനിക്ക് അന്നേ അറിയായിരുന്നു നീ രക്ഷപ്പെടുമെന്ന് അങ്ങനെ പറഞ്ഞ ആരെങ്കിലൊക്കെ ഉണ്ടോ? അങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് പേര് പറയാൻ താല്പര്യമില്ല. പേര് പറയണ്ട. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ആ ഒരു മൊമെന്റ് പറഞ്ഞു. Nobody believes like YouTube is not something that people ഒരു കോമൺ തിങ് അല്ല. ഈവൻ എൻ്റെ അച്ഛൻ തന്നെ യൂട്യൂബിന് 100% അല്ല. യൂട്യൂബ് നിന്നോ നീ എന്ത് നിന്നോ നീ എന്ത്. അപ്പം ലൈക്ക് ഐ ഡോണ്ട് ബ്ലെയിം ദം, ബട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. അപ്പം ഞാൻ അങ്ങനെ അതിനെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കാറില്ല. പക്ഷെ അതല്ലാതെ കുറേ ആൾക്കാർ പറയും. പക്ഷേ what I have to say man, 7 million അതെനിക്ക് പറയാനുള്ളൂ. ഐ എം വൺ ഓഫ് ദ ടോപ്പ് ക്രിയേറ്റേഴ്സ് ഇൻ കേരള. കേരളം എന്തായാലും ഞാൻ ആവും. ഞാൻ ഇന്ത്യയിലാണ് നോക്കുന്നത്. ഇന്ത്യൻ പാൻ ഇന്ത്യൻ ലെവലിൽ. അപ്പൊ ഞാൻ ചെയ്യട്ടെ, മലയാളം, ഹിന്ദി, എന്തുകൊണ്ട് തമിഴ്, തെലുങ്കു അതിലൊന്നും ട്രൈ ആ ഭാഷ എനിക്ക് അറിയത്തില്ല. അതൊരു വിഷയമില്ല, എനിക്ക് അറിയത്തില്ല. ഞാൻ അറിയാറുണ്ട് അവിടെയൊക്കെ. ഞാൻ ഇത് ഡബ്ഡ് അല്ല എൻ്റെ, ഞാൻ സ്വന്തമായിട്ട് സംസാരിക്കുന്നത്, ഡബ്ബൊന്നും അല്ല. അപ്പൊ എനിക്ക് അറിയാത്തതുകൊണ്ട് തമിഴ് തെലുങ്കിലില്ല. ട്രൈ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഹിന്ദി സെറ്റാക്കി എടുത്താൽ മതി. എനിക്ക് ഹിന്ദിയിൽ റീച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി എല്ലാ ലാംഗ്വേജിലേക്കും റീച്ച് വരും. ഹിന്ദി റീച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ മോനെ കേരളത്തിൽ തന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ഭാഗ്യം നമ്മളിപ്പോ ഇന്റർവ്യൂ എടുത്ത് വെച്ച്. ഓക്കെ. ഈ ഫസ്റ്റ് റവന്യൂ എത്രയായിരുന്നു ഓർമ്മയുണ്ടോ? ഫസ്റ്റ് റവന്യൂ ഏത് ചാനലിൽ നിന്ന് ആദ്യമായിട്ട് റവന്യൂ വന്നത്? മലയാളം, ഹിന്ദി? ഗെയിമിംഗ് ചാനലിൽ ആദ്യമായിട്ട് റവന്യൂ വന്നത്. ഐ തിങ്ക് ഫസ്റ്റ് റവന്യൂ എന്ന് പറഞ്ഞാൽ $100 ആയിരുന്നു. 2000 രൂപ കണ്ട. $100 എത്തിയാൽ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. അപ്പൊ ആ തുടക്ക സമയത്തുള്ളത് ഐ ഗെസ് ലൈക്ക് 8000 രൂപയായിരുന്നു. ഇപ്പം എനിക്ക് റവന്യൂ ലക്ഷങ്ങളാണോ കോടികൾ? കോടികളാകാൻ താല്പര്യമുണ്ട് എനിക്ക്, പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല. ഒരിക്കലും അങ്ങനെ അത്രയും വലിയ എമൗണ്ട് ഒന്നും വന്നിട്ടില്ല. എത്ര വലിയ കോടികൾ? ഹിന്ദി കത്തി കഴിഞ്ഞാൽ ഹിന്ദി യൂട്യൂബേഴ്സിനകത്ത് ചില യൂട്യൂബേഴ്സിനൊക്കെ മാസം 1 കോടി രൂപ കിട്ടുന്നവരൊക്കെ ഉണ്ട്. ആണോ? ഞാൻ ഹിന്ദിയിലേക്ക് മാസം 1 കോടി യൂട്യൂബ് റവന്യൂ മാത്രം. ശരിക്കും യൂട്യൂബ് റവന്യൂ മാത്രം, നോ സ്പോൺസർഷിപ്പ് ഒന്നുമില്ല. എന്നുവെച്ചാൽ അവർക്ക് ഡെയിലി ലോങ് ഫോം വീഡിയോസിനകത്ത് 50 ലക്ഷം 60 ലക്ഷം വ്യൂസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല റവന്യൂ വരും. എനിക്ക് തോന്നുന്നു ഹിന്ദിക്കാർക്ക് ഒരു പണിയില്ലാത്തതുകൊണ്ട് ഫുൾ ഡേ ഇത് കാണോ? എന്താ അവസ്ഥ എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഹിന്ദിക്ക് ഭയങ്കര വ്യൂസാ. നമ്മുടെ കേരളത്തിൽ എനിക്ക് കമ്പാരിറ്റീവ്ലി വിത്ത് അതർ യൂട്യൂബേഴ്സ് എൻ്റെ സെയിം ലെവലിലുള്ളവർ അവരെക്കാട്ടിലും കുറവാണ് എനിക്ക്. അത് മെയിൻലി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന കുറവാണ്. അത് കാരണം അവരെക്കാട്ടിലും കുറവാണ്. എന്നെക്കാട്ടിലും കൂടുതലാണ് മിക്ക എൻ്റെ സിമിലർ 2.5-3 മില്യൺ വെച്ചല്ല, അവരുടെ വ്യൂ കൗണ്ട് വെച്ചാണ്. പക്ഷെ മിക്കവർക്കും എന്നെക്കാട്ടിലും കൂടുതലുണ്ട്. നമ്മുടെ വിഷയത്തിൽ തെന്നി മാറുന്നു. ഞാൻ ഓൾമോസ്റ്റ് അവരേജ് ഒക്കെ കമ്പയർ ചെയ്താൽ വെരി ലോ. അതല്ലല്ലോ എന്റെ ചോദ്യം. ആണല്ലോ എന്റെ ചോദ്യം. ഞാൻ മോസ്റ്റ്ലി മിക്ക വീഡിയോ എന്റെ റവന്യൂ കാണിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പല ചാനൽസ് ഉള്ളതുകൊണ്ട് പലതിൽ നിന്ന് റവന്യൂ വരുന്നത്. ആവറേജ് 50 lakh ഒക്കെ ആണെങ്കിൽ എങ്ങനെ നിൽക്കുക മോനെ? 50 lakh ഒക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പൊ 10,000 ഒക്കെ മാറി 1-2 ലക്ഷം ഒക്കെ ഇങ്ങനെ ഇട്ട് എറിയുമായിരിക്കും.
കൊടുക്കും? ഒരുപാട് റവന്യൂ ഇട്ട് ഒരുപാട് എമൗണ്ട് കൊടുക്കോ വീഡിയോസ്? എനിക്ക് കുഴപ്പമില്ല. എനിക്കിപ്പോൾ 1 കോടി കിട്ടിയാൽ ഞാൻ അതിന് ഏകദേശം വീഡിയോക്ക് വേണ്ടി 70 ലക്ഷം ചിലവാക്കും. എനിക്ക് ഫോർ മീ ഇറ്റ്സ് അബൌട്ട് ലൈക്ക് മേക്കിംഗ് മോർ വീഡിയോസ്. ലൈക്ക് എനിക്ക് ആ ഒരു ടൈപ്പ് വീഡിയോ ഉണ്ടാക്കി വേറെ ആരും ഉണ്ടാക്കരുത്, അങ്ങനത്തെ ഒരു ടൈപ്പ് വീഡിയോ ഉണ്ടാക്കണം. അങ്ങനെയാണ്. അപ്പോൾ അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? എനിക്ക് എത്ര പൈസ കൂടുതലിട്ട് അത്ര പൈസ ഞാൻ കൂട്ടി കൊടുക്കും. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ സ്ഥിതി ഒരേ തന്നെ ആയിരിക്കും ആ ലെവല്. എനിക്ക് ഞാൻ പൈസ കൂടുതൽ കൈ വെക്കുന്നില്ലല്ലോ. അങ്ങനെ എന്നാലും എന്റെ ചോദിച്ചു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് ഞാൻ 70,000 രൂപ മാസം ഉണ്ടാക്കുന്നു. സത്യം. എനിക്ക് ബിസ്ക്കറ്റ് പറയാം. 5 lakh ഉണ്ടാവും. 5 lakh കിട്ടിയിട്ടില്ലെന്ന് പറയുന്നില്ല, കിട്ടിയിട്ടുണ്ട്. എപ്പോഴൊക്കെയോ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ചോദിച്ചു ആൾക്ക് പണിയാണ്. പക്ഷെ ആ മാസം ഇനി ഞാൻ നെഗറ്റീവ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ നെഗറ്റീവ് റീച്ച് വന്നാലാണോ റീച്ച് കൂടുക? അങ്ങനെ ഒരു തോട്ട് ഉണ്ടോ? നെഗറ്റീവ് റീച്ച് വന്നു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് കത്തി നിൽക്കും, പിന്നെ നിങ്ങൾ ഡൗൺ ആയിപ്പോ അവിടെ ഇല്ല, കാണത്തില്ല, വാനിഷ് ആയിപ്പോ. നെഗറ്റീവ് റീച്ച് കുറച്ച് നാളത്തേക്ക് വർക്കൗട്ട് ആക്കുള്ളൂ. ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് ലൈക്ക് സസ്റ്റെയിൻഡ് ഒരു റെക്കഗ്നിഷൻ. അങ്ങനെ വന്നാലേ ഏറ്റവും ഗുണമുള്ളൂ. പിന്നെ ഇത് പറഞ്ഞാൽ ഈ 5 lakhും 10 lakhും ഇറ്റ്സ് അബൌട്ട് ലൈക്ക് ഹൗ മെനി വീഡിയോസ് അപ്ലോഡ്. എനിക്ക് ഇത്രയും പെട്ടെന്ന് അടിച്ചു കയറ്റി വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ ഐ ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് മണി. എൻ്റെ എക്സ്പെൻഡിച്ചർ വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ റവന്യൂയുടെ ഇപ്പം പോസിറ്റീവിലാണെങ്കിൽ പോലും 70% എൻ്റെ വീഡിയോയ്ക്ക് തന്നെ പോകും. അപ്പോൾ 1 ലക്ഷം കിട്ടിയാൽ 30,000 കൈ കാണത്തുള്ളൂ. വീഡിയോയ്ക്ക് പോകും, മിക്കതും വീഡിയോയ്ക്ക് പോകും. സത്യം പറഞ്ഞാൽ യൂട്യൂബേഴ്സ് നമ്മൾ വിചാരിക്കുന്ന റിച്ച് അല്ല. ഉണ്ട് യൂട്യൂബേഴ്സ് ഒക്കെ റിച്ച്, നല്ല യൂട്യൂബേഴ്സ് ഒക്കെ നല്ല. റിച്ച് ആണോ? ഞാൻ റിച്ച് ആയിട്ടില്ല, ആയിക്കണ്ടി ഞാൻ ഉറപ്പായിട്ടും പറയാം. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത്രയും യൂട്യൂബ് ചാനൽസിൻ്റെ ഓണറായ ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. നോർമലി 1-2 ചാനലൊക്കെ ഉണ്ടാവും ഇപ്പോൾ ആൾക്കാർക്ക്. അപ്പം 6 ഹിന്ദി 6 മലയാളം. അപ്പോൾ അടിപൊളിയായി. ഇതിന്റെ പ്രചോദനമായത് എൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മയാണ് ക്ലോസപ്പ് ചെയ്ത് കേൾക്കും. അമ്മയാണ് എൻ്റെ ഇതിന് പ്രചോദനമായിട്ടിരിക്കുന്നത്. അമ്മ എന്താ പറഞ്ഞേ? അല്ല, അമ്മ ഷീ വാസ് ഓൾവേസ് സപ്പോർട്ടീവ് ഫ്രം ദ ബിഗിനിങ്. അപ്പം ഇത് യൂട്യൂബ് വർക്കൗട്ട് ആകുന്ന സമയത്തൊക്കെ അച്ഛൻ എതിര് നിൽക്കുവാണെങ്കിൽ പറഞ്ഞാൽ പോലും ഐ ഓൾറെഡി ടോൾഡ് 2 ലക്ഷം 3 ലക്ഷം ക്യാഷ് വരെ വന്നും, അതും അമ്മ റോൾ ചെയ്യുന്ന ക്യാഷ്, അമ്മയുടെ സ്വന്തം പോലും അല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഷീ വാസ് ഓൾവേസ് സപ്പോർട്ടീവ്. അപ്പോൾ അത് ലൈക്ക് ഐ ഡോണ്ട് ഫോർഗെറ്റ്. അപ്പം അതിന് വേണ്ടി ഫോർ മീ കറൻ്റ്ലി എനിക്ക് കുറച്ചുകൂടി ഇൻകം ആയിക്കഴിഞ്ഞ് ഐ വോണ്ട് ട്രാവൽ, ഐ വോണ്ട് ടേക്ക് മൈ പാരൻസ് സംവെയർ, ഗേൾ ഫ്രണ്ട്സ് സംവെയർ. അപ്പോൾ ഇതെല്ലാം കൂടി എല്ലാം സെറ്റ് ആക്കണം, അതാണ് പ്ലാൻ. ഓക്കെ. അപ്പോൾ എല്ലാം അതേപോലെ തന്നെ അടിപൊളിയാവട്ടെ, നല്ല നല്ല കോണ്ടന്റ്സ് ഒക്കെ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.